ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാനിന്നൊരു ഡേ ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വ്ളോഗാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് ബെർലിനിൽ നിന്ന് ഒരു 2 മണിക്കൂർ താഴെ ട്രാവലുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ബീലിറ്റ്സ് എന്ന് പറയും. ഇത് ഒരു സെക്കൻഡ് വേൾഡ് വാറിൽ മിലിറ്ററി ഹോസ്പിറ്റലായിരുന്നു. ഇപ്പം നിലവിലത് പ്രവർത്തനമല്ല. ഇപ്പം നിലവിൽ അതിൻ്റെ ആ ഒരു പഴമെന്ന് നിർത്തിക്കൊണ്ട് അവരൊരു ടൂറിസത്തിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്താക്കിയാണ്. അവിടെ ഇപ്പം നിലവിലൊരു ട്രീ വാക്കൊക്കെ ഉണ്ട്. ട്രീ ടോപ്പ് വാക്ക് എന്ന് പറയും. അത് ഞാൻ അവിടെ ചെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മൾ പോണ സ്ഥലം. ഇതിങ്ങനെ ഡയറക്ഷൻ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട്. ഫോണിൽ കണ്ട മറ്റേ റെഡ് ക്രോസിൻ്റെ ആംബുലൻസ് അപ്പുറത്തൊരു വണ്ടി കിടപ്പുണ്ട്. ഇത് എവിടെ ഉണ്ടോ? നിങ്ങൾ ഈ ഓഫീസ് പണിത് വെച്ചാക്കുന്ന ശ്രദ്ധിച്ചാൽ മരം കൊണ്ടാണ് പണിത് വെച്ചാക്കുന്നത്. നമ്മൾ ഈ വന്നാക്കുന്ന സ്ഥലവും ഒരു ചെറിയ കാട് പോലത്തെ ഒരു സ്ഥലവും. നമുക്ക് ഗൈഡൻസിന് വേണ്ടി നമുക്ക് ഈ സാധനം ഇവിടെ നൽകുക. ഇതാണ് ക്യാഷ്. ഇവിടെ നിന്നാണ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഓൺലൈൻ റിസർവേഷൻ ഉണ്ട്. ഓൺലൈൻ റിസർവേഷൻ കാണിക്കേണ്ടത് ഈ ഇൻഫോ എന്നുള്ള സെക്ഷനാണ്. അവിടെ കാണിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് എൻട്രൻസിൽ കൂടെ നമുക്ക് അകത്തേക്ക് കയറാം. ഇതാണ് ഈ റൂട്ട് മാപ്പ്. ഈ റൂട്ട് മാപ്പിൽ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളിത് ഇതാണ് ആ ബ്രിഡ്ജ് എന്നുള്ള സ്ഥലം, നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം. പോകുന്ന ഓരോ വഴിക്കും ഇതുപോലെ ബോർഡ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ നടക്കുന്ന ബീലിസ് എന്ന സ്ഥലം ഉണ്ടല്ലോ. ഇത് മറ്റേ വേൾഡ് വാർ 2 മറ്റേ മിലിറ്ററി ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ട്യൂബർക്കുലോസിസ് ഇല്ലേ, TB, അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോസ്പിറ്റലായിട്ട് ഒരു സാനിറ്റോറിയായിട്ട് കൺവേർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യുന്ന സ്ഥലമില്ലേ, ആ സംഭവമൊക്കെ കണ്ടത്. അങ്ങനത്തെ പഴയ ഇഷ്ടംപോലെ ബിൽഡിങ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇതൊരു നാച്ചുറലി ഭയങ്കരമായിട്ട് റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. അതായത് നിറച്ച് മരങ്ങളും ചെടികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതാണ് ട്രീ ടോപ്പ് പാർക്ക്. കാനോപ്പി ഓഫ് ട്രീ ടോപ്പ് പാർക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് നടന്നു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങൾ മൊത്തം നമുക്ക് ചുറ്റി കാണാൻ പറ്റും. ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറെ പഴയ ബിൽഡിംഗ് ഒക്കെ നമുക്ക് കാണാം കേട്ടോ. പല ബിൽഡിങ്ങും ഇവിടെ റെനോവേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോ കാണുന്ന ബിൽഡിംഗ് ആണ് ഈ കോലത്തിലായിരിക്കണം. അത്രയ്ക്ക് പഴക്കമുണ്ട് ഇവിടുത്തെ ഓരോ ബിൽഡിംഗ്. പണ്ട് കാലത്ത് ഇവിടെ എക്സർ എടുത്തിരുന്നത് ഇങ്ങനെയുണ്ട്. ഈ അമ്മാമ്മമാരെ കണ്ട ഇവർക്ക് എത്ര പ്രായം ഉണ്ടാവും? ഇവർക്ക് എത്ര പ്രായം ഉണ്ടെങ്കിലും ഇവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലായിടത്തും പോയി കാണും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കണോണ്ടായിരിക്കും അവരിപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് എൻട്രൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നടന്ന് കയറി കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് ഇങ്ങനെ കയറി എല്ലായിടത്തും കാണണം. ഒരു പ്രശ്നമാണ്, കുറേ നടക്കാനുണ്ട്. വാ ഗൈസ്, നമ്മളിപ്പോൾ 2ാം നിലയിലെത്തി. ഇനി നമുക്കിത് ഇവിടെ നിന്ന് തുടങ്ങി നടന്നു തുടങ്ങണം. ഇവിടെ നിന്ന് നടന്ന് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സാധനം നേരെ വന്നത് ഇതിൻ്റെ മുകളിലേക്കാണ്. കണ്ടാ, അപ്പോൾ അടുത്ത നിലയിലെത്തും, 3ാം നിലയിലെത്തും നമ്മൾ. അങ്ങനെ നമ്മൾ കറങ്ങി ഈ സ്ഥലം മൊത്തം കാണാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ചാൽ പൊളിഞ്ഞ ബിൽഡിങ്ങില്ലേ, ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഗൈസ്, നമ്മൾ വന്ന് സമയം മാറിപ്പോയി. നമ്മളിപ്പോൾ വിൻ്ററിൽ നിന്ന് സ്പ്രിങ് ആവണുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് വന്നെന്നുണ്ടെങ്കിൽ ഈ ഇലയൊക്കെ കാണിച്ച് നല്ല ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ സമ്മർ അല്ലെങ്കിൽ ഓട്ടം സീസണിൽ തന്നെയാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് ഈ മരങ്ങളൊക്കെ നല്ല പച്ചപ്പിലായിരിക്കുള്ളൂ. ഓട്ടം സീസൺ ആകുമ്പോഴത്തേനും കളറൊക്കെ മാറി നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാൻ. പക്ഷെ ഇപ്പം നിലവിൽ ഇതെല്ലാം ഇല പൊഴിഞ്ഞിട്ട് 2ാമത് വരുന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മളൊരു 16 അടി പൊക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ കയറിട്ടിട്ട് നമുക്ക് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അത്രയും അടി പൊക്കത്തിൽ നിൽക്കണം നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ടെമ്പ് ചെയ്ത് നടക്കുന്ന ഒരു രീതിയിലേക്ക് അങ്ങോട്ട് കാണിക്കണം. നമുക്ക് നടന്നു നോക്കാം. ഓക്കെ, ഇവിടെ ഓരോ കോർണറിലും നമുക്ക് ഇതുപോലെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് ആ വ്യൂ പോയിന്റ് കൂടെ പോയിട്ട് വീഡിയോ എടുക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈ ആൽപ്പൻ ഹൗസ് എന്നുള്ള സ്ഥലം ഉണ്ടോ, അതാണത്. ഗൈസ്, ഇവിടുന്ന് ഈ 16 അടിയിൽ നിന്ന് പിന്നെ മുമ്പിലേക്ക് പോകുമ്പോൾ പിന്നെ ഇതിനോട് കയറ്റണം. അപ്പോൾ നമ്മൾ ആ കയറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കണ്ടോ നിങ്ങൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ, അതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് കുറച്ചും കൂടെ പൊക്കത്തിൽ കാണാൻ പറ്റും. കണ്ടോ, നമ്മളിപ്പോൾ ഓരോ മരത്തിൻ്റെയും ഒരുവിധം ടോപ്പ് ലെവൽ വരെ എത്തി. ഇനി ആ വ്യൂ പോയിന്റിലേക്ക് കൂടി കയറുമ്പോൾ ഫുൾ ടോപ്പ് ലെവലാവും. നമ്മൾ നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലമുണ്ട്. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെയും മീറ്റർ ഹൈറ്റ് എത്ര ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
ഗൈസ് നമ്മൾ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അതിലേ പോയി നമ്മൾ ഇതിൽ കൂടി ഇങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടം സീസണിൽ ഈ ചെടിക്ക് ഈ മരത്തിന് ഈ കളർ വരും. ആ പോണ ഗ്യാങ് കണ്ട അത് ടൂർ ഗൈഡായിട്ട് പോകുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ നോക്കി ഭയങ്കര പഴയ ബിൽഡിങ്ങാണ്. ഇതൊക്കെ ഒട്ടും റെനോവേറ്റ് ചെയ്യാത്ത പഴയ ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിനെ കോലം കണ്ട ആ ബിൽഡിങ്ങിൻ്റെ നടുക്കെ കൂടിയാണ് ആ മരം വളർന്നു വന്നേക്കണം. ഇപ്പം കണ്ട അതിൻ്റെ ബോഡി മാത്രമുള്ളൂ. ഇപ്പം ബാക്കിയെല്ലാം പൊളിഞ്ഞ് തകർന്ന് താരിമണ വെട്ടി കിടക്കുന്നത്. ഗൈസ് ഡ്രോൺ ഷോട്ട് പോലെ ഇല്ലേ, ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാണ്. ഇവിടെ ഓട്ടം സീസണിലല്ലേ സ്പ്രിങ് സീസണിൽ വരണം. എൻ്റെ പൊന്നു മക്കളെ അമ്മാതിരി വ്യൂ ആയിരിക്കും ഇതിൻ്റെ മുകളിൽ നിന്ന്. നമ്മളത് ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതാ കിടക്കുന്ന സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഇതേ നമ്മൾ നേരത്തെ കണ്ട ആ പഴയ ബിൽഡിംഗ് അവിടെയാണ്. അവിടെ ഒരു കഫറ്റീരിയ നമ്മൾ കണ്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ചെറിയ ട്രാവൽ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ചൂസ്.